പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ആശംസിക്കുകയാണ്, നിങ്ങൾക്ക് നന്നായി പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് ഡെഫിനീഷൻസ് നമുക്കറിയാം. പ്രാർത്ഥന എന്ന് പറയുന്ന അമ്മ ത്രേസ്യ പറയുന്നത് പോലെ ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ മുഖം തേടലാണ് പ്രാർത്ഥന. അവിടുത്തെ സാമീപ്യത്തിലേക്ക് കടന്നു ചെല്ലലാണ് പ്രാർത്ഥന. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചറിയാം. ഇന്നൊരു പുതിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കലാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കലാണ്. വചനം 1 ദിനവൃത്താന്തം 16:11. കർത്താവിനെ അന്വേഷിക്കുവാൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവാൻ. അതാണ് പ്രാർത്ഥന. എൻ്റെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ കരുത്തിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ സ്വത്തിൽ, എൻ്റെ കൂടെയുള്ള ആളുകളുടെ ആൾബലത്തിൽ ഒന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുക. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം കൂട്ടുകാരോട് ഷെയർ ചെയ്യും, മാതാപിതാക്കളോട് ഷെയർ ചെയ്യും, വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യും. എല്ലാ വഴികളും തേടിയിട്ട് അവസാനം പലപ്പോഴും നമ്മൾ ദൈവത്തോട് കാര്യം പറയാറുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ആദ്യം ഈശോയുടെ കാര്യം പറയണം. ഈശോയെ, വലിയ വേദനയാട്ടോ, വലിയ സങ്കടമാട്ടോ, അങ്ങ് ഇടപെടണമെന്ന് ഈശോയുടെ ആദ്യം ഈശോയുടെ ശക്തിയിൽ, അവിടുത്തെ കരബലത്തിൽ ആശ്രയിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ നയിച്ചോളും. അപ്പോൾ ഇന്ന് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ അങ്ങയുടെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.